പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്, കേൾക്കാമോ എന്നെ? സാർ കേൾക്കുന്നോ? കേൾക്കാം ടീച്ചർ, കേൾക്കാം. ഓക്കെ. ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ സ്വരാജ് ആണ്. വ്യത്യസ്തനായ ഒരു യുവ നേതാവാണ് അദ്ദേഹം. പ്രഭാഷകനും പുസ്തക രചയിതാവും എല്ലാമാണ്. ഒരു ആമുഖം ഈ ഗ്രൂപ്പിൽ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. കുട്ടികളെല്ലാവരും അതുപോലെ തന്നെ ഞങ്ങളും വളരെ ആകാംക്ഷയോടെ ഈ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു തന്നെ സ്വാഗതം ചെയ്യാം. വളരെ ധിഷണാശാലിയായ യുവ നേതാവാണ്. കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റൈൽ, അതാണ് അദ്ദേഹത്തെ കൂടുതൽ വ്യത്യസ്തനാക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സംസാരിക്കുമ്പോഴുള്ള വ്യക്തത, പിന്നെ അറിവ്, അദ്ദേഹത്തിന്റെ അറിവ്, അതുപോലെ ഓർമ്മശക്തി, ഓരോ സിറ്റുവേഷനിലും മൈക്ക് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ സന്ദർഭത്തിലും വായിച്ചതൊക്കെ കോട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര ഓർമ്മശക്തി ഉള്ളതായിട്ട് തോന്നാറുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. നമ്മുടെ തന്നെ അറിവ് വർദ്ധിപ്പിക്കാനും നല്ല ഭാഷ ഡെവലപ്പ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കാറുണ്ട്. നമുക്ക് ഓരോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ മിക്കവാറും രാവിലെയൊക്കെ ഇരുന്ന് കുറേ ഇന്റർവ്യൂകള് അല്ലെങ്കിൽ പ്രസംഗങ്ങൾ ഒക്കെ കേൾക്കാറുണ്ട്. പുതിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയേണ്ടതെന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടാനും പിന്നെ ഭയങ്കര രസകരമായിട്ട് കേട്ടോണ്ടിരിക്കാൻ പറ്റുന്ന സ്പീച്ചായിട്ടാണ് തോന്നുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും തന്നെ, ഈ യുവാക്കൾ മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള മുതിർന്നവരും സ്വരാജിന്റെ ഫാൻസ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഈ കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന സാഹിത്യോത്സവം ഇതുപോലെ നമുക്ക് പെട്ടെന്ന്, ഞങ്ങൾ കുന്നം എന്ന് പറയുന്നത് മാവേലിക്കരയിലെ ഒരു ഉൾഗ്രാമമാണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് അവിടെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല. കാരണം ഒരു ആളെ നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ദിവസം മുഴുവൻ യാത്രയ്ക്കും എല്ലാമായി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് ഇത്തരം വേദികൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം ആഗ്രഹിച്ച ആൾക്കാരെയൊക്കെ നമുക്ക് ഈ വേദിയിൽ ചേർത്ത് നിർത്തി നമ്മുടെ കുട്ടികൾക്കും ഞങ്ങൾക്കും ഒക്കെ അവരെ കേൾക്കാനും അവരുടെ ആശയങ്ങളും ചിന്തകളും ഒക്കെ പങ്കുവെക്കാനും സാധിക്കുന്നു എന്നുള്ളത്. സാഹിത്യോത്സവം വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വായന, അധ്യാപക വിദ്യാർത്ഥികളാണ്, അതായത് ഭാവിയിൽ അധ്യാപകരാകാൻ പോകുന്നവരാണ് കൂടുതൽ പേരും. അപ്പൊ വായനയുടെ പ്രസക്തിയും, നമ്മൾ അധ്യാപകർ വായിച്ചിരുന്നാൽ മാത്രമേ നമ്മുടെ പുതിയ തലമുറയിലേക്ക് വായന എന്ന് പറയുന്നത് നമുക്ക് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ പ്രസക്തിയൊക്കെ വർദ്ധിപ്പിക്കുവാൻ ഇത്തരം പരിപാടികൾ സാധിക്കുന്നുണ്ട്. അതിൽ നല്ല വായനക്കാരനും നല്ല പ്രാസംഗികനും എഴുത്തുകാരനുമായ ശ്രീ എം സ്വരാജിനെ ഇവിടെ കിട്ടിയത് വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, വായന ആഴത്തിലും പരപ്പിലും നമുക്ക് വായിക്കാം. വായിക്കുമ്പോൾ നമ്മുടെ സ്വതന്ത്രമായ ചിന്തയും യുക്തിബോധവും മനുഷ്യത്വവും സാഹോദര്യവും കരുതലും തുടങ്ങിയ മൗലിക വികാരങ്ങളെ മാറ്റി വെക്കാതെ നമ്മൾ വായിക്കുക. അതെ, വായന സ്വയം നവീകരിക്കുവാനും പുതിയ തലമുറയെ യുക്തിബോധവും മാനവിക മൂല്യമുള്ളവരുമായി മാറ്റാനും ഉള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറെ അഭിമാനം, സന്തോഷം, അതുപോലെ തന്നെ ഞാൻ നന്ദിയും കൂടെ പറയുകയാണ് ഞങ്ങളുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നതിന്. 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ഞങ്ങളുടെ ടീച്ചർ എഡ്യൂക്കേഷന്റെ AKUCT എന്ന് പറഞ്ഞ്, കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. സഖാവ് ശിവൻകുട്ടി സാറാണ് അതിന്റെ പ്രസിഡന്റ്. അന്ന് ഞാൻ ഈ പരിപാടി കോവിഡ് സമയത്ത് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചിരുന്നു. എനിക്കൊന്ന് തിരക്ക് മൂലം അന്ന് നമ്മളോട് ചേരാൻ സാധിച്ചില്ല. മറ്റൊരു അവസരത്തിൽ ചേരാമെന്ന് പറഞ്ഞു. ഞാനത് ഓർക്കുകയാണ്. അന്ന് വിളിച്ചപ്പോഴും വളരെ പോസിറ്റീവായിട്ട് തന്നെ ആയിരുന്നു നമ്മളോട് ഇന്ററാക്ട് ചെയ്തിരുന്നത്. ഇന്ന് എൻ്റെ കുട്ടികൾക്കാണ് ഇങ്ങനെ ഈ സ്പീച്ച് ഡയറക്റ്റ് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു അവസരം വന്നിരിക്കുന്നത്. വളരെ സന്തോഷം. ഒത്തിരി സ്നേഹം. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു കുന്ന ഫാമിലിയിലേക്ക്. താങ്ക് യു. അതുപോലെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ബാക്കി എല്ലാവരെയും, നമ്മുടെ കുട്ടികളെയും
രക്ഷകർത്താക്കള്, ബാക്കി ഇത് കേൾക്കാൻ മറ്റു കോളേജുകളിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു. KFL 51 9-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥി ശ്രീ M. സ്വരാജ് സാറാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ജനനം. മാർത്തോമ കോളേജ് ചുങ്കത്തറയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും, അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB-യും നേടി. 14-ാം കേരള നിയമസഭയിൽ തൃപ്പൂണിത്തുറയെ പ്രതിനിധീകരിച്ചു. കവി, കഥാകൃത്ത്, എഴുത്തുകാരൻ, മികച്ച പ്രാസംഗികൻ, പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധൻ. മരണം കാത്ത ദൈവങ്ങൾ, പൂക്കളുടെ പുസ്തകം എന്നിവ രചിച്ചു. പുരോഗമന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ശ്രീ M. സ്വരാജ് സാറിനെ ഏറെ സ്നേഹത്തോടെ KFL 51 വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടങ്ങാമോ? തുടങ്ങാം സാർ. പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേൾക്കാം. ഓക്കെ. ഇവിടെ നാളെ അധ്യാപകരായി ജോലി ചെയ്യാൻ തയ്യാറെടുക്കുന്നവരാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ ഒത്തുകൂടിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ചുമതലയാണ് നാളെ നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയമാണെങ്കിൽ വായനയുടെ രാഷ്ട്രീയം എന്നതാണ്. വായനയെക്കുറിച്ചാണ്. സ്വാഭാവികമായും വായനയുടെ ലോകത്തേക്ക് പുതിയ തലമുറയെ കൈപിടിച്ചു കൊണ്ടുവരാൻ ഉത്തരവാദിത്വമുള്ള ഒരു വിഭാഗമാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച വായനക്കാരായിരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുമാണ്. നിങ്ങൾ എന്നോട് യോജിക്കുമോ എന്നറിയില്ല. ഇപ്പോ കുറെയൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യം, ജോലി ലഭിച്ചാൽ കഴിവതും വേഗത്തിൽ പഠനം അവസാനിപ്പിക്കുക എന്ന ഒരു പ്രവണതയാണ്. ജോലി ലഭിക്കുന്നത് വരെ തുടരേണ്ട ഒന്നാണ് പഠനം അഥവാ വായന. ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാം എന്നൊരു ചിന്ത ഉയർന്നു വരുന്നുണ്ട്. നിങ്ങളെ അത് സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാനാവില്ല. ഇവിടെ അധ്യാപകരാണ് പങ്കെടുക്കുന്നവർ, അധ്യാപകരാകാൻ പോകുന്നവരാണ് പങ്കെടുക്കുന്നവരെല്ലാം എന്നതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലോടി എത്തുന്ന ഒരു ഓർമ്മ, ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുള്ളതാവും. മഹാനായ എബ്രഹാം ലിങ്കൺ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മിസ്ട്രസിന് അയച്ച ഒരു കത്തുണ്ട്. നിങ്ങളൊക്കെ അത് വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വായിക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളത് വായിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒട്ടേറെ വിദ്യാഭ്യാസ ചിന്തകളുടെ ഭാഗമായി ആ കത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കാലത്ത് അത്തരത്തിലുള്ള ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള രേഖകൾ ലഭ്യമാകാൻ ഒട്ടും പ്രയാസമില്ലതാനും. അപ്പോൾ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങളത് വായിക്കേണ്ടതാണ്. എബ്രഹാം ലിങ്കൺ ഹെഡ് മിസ്ട്രസിന് അയച്ച ആ കത്തിൽ അദ്ദേഹം പറയുന്നത് തൻ്റെ പേരക്കുട്ടിയെ എന്ത് പഠിപ്പിക്കണം എന്നാണ്. എന്തൊക്കെയാണ് അവനെ പഠിപ്പിക്കേണ്ടത്? മിടുക്കനായ ഒരു കുട്ടിയാണവൻ, അവനെ എന്തൊക്കെ പഠിപ്പിക്കണം എന്നാണ് അദ്ദേഹം ആ കത്തിൽ വിശദീകരിക്കുന്നത്. സാമാന്യന ദൈർഘ്യമേറിയ ഒരു കത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഇവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങളൊക്കെ നാളെ ഏതൊക്കെയോ സ്കൂളുകളിൽ, ഏതൊക്കെയോ പള്ളിക്കൂടങ്ങളിൽ അധ്യാപകരായി നിയോഗിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ക്ലാസ് മുറിയിലെ കുട്ടികളെ നിങ്ങൾക്ക് ചുമതലപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഈ കത്തും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് നല്ലതായി. ആ കത്ത് വിദ്യാഭ്യാസ സപര്യയിൽ നമ്മെ വഴികാട്ടുന്ന ഒന്നായി മാറുമെങ്കിൽ അത് വളരെ അർത്ഥപൂർണമായിരിക്കും. ആ കത്തിൽ അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോ അതിലെ ഒരു വാചകം ഇങ്ങനെയാണ് ആ കത്തില്: ഒട്ടും എളുപ്പമല്ല എന്നെനിക്കറിയാം, എങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾ അവനെ പഠിപ്പിക്കണം. ആ സ്കൂളിലെ അധ്യാപകരോട്
പ്രധാനാധ്യാപിക വഴി നടത്തുന്ന അഭ്യർത്ഥനയാണ്. ഒട്ടും എളുപ്പമായിരിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾ അവനെ പഠിപ്പിക്കണം. വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടുന്ന $5 മൂല്യമുണ്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്ന $1 എന്ന കാര്യം എന്നാണ് ഒരു വാചകം. ഇങ്ങനെ പല വലിയ ദാർശനിക മാനങ്ങളുള്ള വരികൾ അടങ്ങിയതാണ് ആ കത്ത്. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ പരാമർശിക്കാനുള്ള കാരണം, ആ കത്തിലെ ഒരു വരി ഇങ്ങനെയാണ്: നിങ്ങൾ അവനെ പഠിപ്പിക്കണം, പുസ്തകങ്ങളുടെ മറ്റൊരു മഹാലോകമുണ്ട് എന്ന്. അതാണ് പുസ്തകങ്ങളുടെ ഒരു ലോകം, നാം ജീവിക്കുന്ന ഒരു ലോകം, നമ്മളെല്ലാം ഇന്ന് കണ്ടുമുട്ടുന്ന ഒരു ലോകം നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. എബ്രഹാം ലിങ്കൺ തൻ്റെ കുട്ടിയെ പഠിപ്പിക്കേണ്ട അമൂല്യമായ ഒരു പാഠമായി കണക്കാക്കി ഹെഡ് മിസ്ട്രസിനോട് പറയുന്നത്, കത്തിലൂടെ ആവശ്യപ്പെടുന്നത്, പുസ്തകങ്ങളുടെ മറ്റൊരു മഹാലോകമുണ്ട് എന്നവനെ പഠിപ്പിക്കണമെന്ന്. പുസ്തകങ്ങളുടേത് ഒരു ലോകമാണ്, വായനയുടേത് ഒരു ലോകമാണ്. ആ വായന നമ്മളുടെ കാഴ്ചപ്പാടുകളെയും മനോഭാവങ്ങളുടെയും നിലപാടുകളെയും ഒക്കെ സ്വാധീനിക്കുക മാത്രമല്ല, പലപ്പോഴും അതിൻ്റെ ഗതിയെ നിർണയിക്കുക തന്നെ ചെയ്യും എന്നതാണ് വാസ്തവം. വായനയ്ക്ക് പല വഴികളുമുണ്ട്, അല്ലെങ്കിൽ പല രീതികളുണ്ട്. എല്ലാം നമുക്ക് നിർവചിക്കാനും വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഒന്നും സാധിക്കില്ല. അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾക്കും അവരുടെ വ്യക്തിത്വത്തിനും അവരാർജിച്ചെടുത്ത സാമൂഹ്യ ബോധത്തിനും അനുസൃതമായി ഭേദപ്പെട്ടിരിക്കുകയാണ് ചെയ്യുക. അതായത്, ചുരുക്കി പറഞ്ഞാൽ, ഒരു പുസ്തകം ഒരുപോലെ 2 പേർ വായിക്കുന്നുണ്ടാവില്ല എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ 2 പേർക്ക് ഒരു പുസ്തകം ഒരുപോലെ വായിക്കാനാവില്ല. ഞാൻ വായിച്ച പുസ്തകമാവില്ല നിങ്ങൾ വായിക്കുന്ന പുസ്തകം. അത് പുസ്തകത്തിന്റെ വൈവിധ്യം കൊണ്ടല്ല. ഇപ്പോ ഏതെങ്കിലും ഒരു പുസ്തകം എന്നിരിക്കട്ടെ, ഇപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം മലയാളത്തിൽ ഒരുപാട് വായിക്കപ്പെട്ടൊരു പുസ്തകമാണ്. ആ പുസ്തകം ഞാനും നിങ്ങളും വായിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മറ്റൊരു സുഹൃത്തും വായിക്കുന്നു. ഓരോ വായനയും ഭേദപ്പെട്ടിരിക്കുകയാണ് ചെയ്യുക. ഞാൻ വായിച്ച ഖസാക്കിന്റെ ഇതിഹാസമല്ല നിങ്ങൾ വായിക്കുന്ന ഖസാക്കിന്റെ ഇതിഹാസം. സാമ്യങ്ങളുണ്ടെങ്കിലും അതിൽ സവിശേഷമായ വ്യത്യസ്തതകൾ, തനിമകൾ അതിലുണ്ടാവും. മറ്റൊരാൾ വായിക്കുമ്പോൾ അത് അയാളുടേതായിട്ട് മാറും. അത് റോളാങ് ബാർത്തിനെ പോലെയുള്ളവർ ഡെത്ത് ഓഫ് ആൻ ഓതർ എന്ന കാഴ്ചപ്പാട് മുൻപോട്ട് വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്, ഗ്രന്ഥകാരന്റെ മരണം എന്ന നിലയ്ക്ക്. അതായത്, ഒരു പുസ്തകം രചിക്കപ്പെട്ട് കഴിയുന്നതോടെ അത് വിശാലമായൊരു വായനാ ലോകത്തിന്റെ ഭാഗമായി മാറുകയാണ്. ഓരോരുത്തരും അവരവരുടേതായ നിലയിലാണ് ആ പുസ്തകം വായിക്കുക. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ പാരായണ രീതികൾ അഥവാ വായനാ ലോകങ്ങൾ ഉണ്ടാവും. എന്തായാലും ഒന്നുറപ്പാണ്, അലസ വായനയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു വാചകം പോലും ലോകത്തിലില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷ്മമായി തന്നെ വായിക്കാൻ നാം ശീലിക്കേണ്ടതായിട്ടുണ്ട്. അത് വായിക്കുന്നത് എന്തു തന്നെയായാലും. അങ്ങനെ വായിച്ചു മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് സാധാരണ നിലയിൽ കവിഞ്ഞുള്ള ജീവിതങ്ങൾ സാധ്യമായിട്ട് മാറുക. ജോർജ് മാർട്ടിനോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വായനക്കാരൻ മരിച്ചു പോകുമ്പോൾ അയാൾ 100 കണക്കിന് ജീവിതങ്ങൾ സ്വന്തമാക്കിയിട്ടാണ് മരിക്കുന്നത്. എന്നാൽ ഒന്നും വായിക്കാത്ത ഒരാൾ ഒരു ജീവിതം മാത്രം നയിക്കുന്നു എന്നാണ്. യാതൊന്നും വായിക്കാത്ത ഒരാൾക്ക് അയാളുടെ ജീവിതം മാത്രമാണ്, അതും അപൂർണമായ ഒരു ജീവിതം മാത്രമാണ് ജീവിക്കാനാവുക. എന്നാൽ നിങ്ങൾ 100 കണക്കിന് പുസ്തകങ്ങൾ വായിക്കുന്നുവെങ്കിൽ 100 കണക്കിന് ജീവിതങ്ങൾ നയിക്കുന്നതിന് തുല്യമായി അത് മാറും. നമ്മളെ മറ്റൊരു മനുഷ്യനാക്കി അത് രൂപപ്പെടുത്തും. പുതിയ പുതിയ ലോകങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചാനയിക്കും. നാം അനുദിനം എന്നല്ല, അനുനിമിഷം തന്നെ നവീകരിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോ ഇവിടെ ഒത്തുകൂടുന്ന നിങ്ങളിൽ പലരും ആന്റൺ ചെക്കോവിന്റെ ദ ബെറ്റ്, പന്തയം എന്ന പേരിൽ മലയാളത്തിൽ അത് ഒന്നിൽ കൂടുതൽ ആളുകൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളടക്കവും നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടാവും. എന്നാലും ഇതുപോലൊരു യോഗത്തിൽ, ഇതുപോലെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചെക്കോവിനെ ഓർമ്മിക്കാതെ പോകുന്നത് ഉചിതമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കഥാസാരം നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ 1870-കളിൽ ഒരു സായാഹ്നത്തിൽ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ബാങ്കറായ ഒരാൾ, ഒരു ബാങ്കർ, അതുപോലെ ഒരു യുവ അഭിഭാഷകൻ, ഒരു വക്കീൽ,
ബാങ്കറും വക്കീലും തമ്മിലുള്ള ഒരു സംവാദമാണ്. അവരുടെ സുഹൃത്ത് സദസ്സിനിടയിൽ സ്വാഭാവികമായി രൂപപ്പെട്ടു വരുന്ന അഭിപ്രായ പ്രകടനങ്ങളുടെ ഭാഗമായി വരുന്ന ഒരു തർക്കമെന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സംവാദം. ബാങ്കർ പറയുന്നത് വധശിക്ഷയാണ് അഭികാമ്യം എന്നാണ്. വധശിക്ഷയാണ് അഭികാമ്യം എന്തിനേക്കാൾ? ജീവപര്യന്തം ഏകാന്ത തടവിനേക്കാൾ. ഒരു മനുഷ്യനെ ജീവിതകാലം മുഴുവൻ ഏകാന്ത തടവിലിടുക എന്ന ശിക്ഷ ലഭിക്കുന്നതിനേക്കാൾ നല്ലത് വധശിക്ഷയ്ക്കിരയാക്കുന്നതാണ്. ഏകാന്തമായ ജീവിതം അത്രമേൽ അസഹ്യമാണ്, വധശിക്ഷയേക്കാൾ ദുസ്സഹമാണ് എന്നാണ് ബാങ്കറുടെ അഭിപ്രായം. എന്നാൽ യുവാവായ അഭിഭാഷകൻ ഈ അഭിപ്രായ പ്രകടനത്തോട് യോജിക്കുന്നില്ല. അദ്ദേഹം തർക്കിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഏത് സാഹചര്യത്തിലായിരുന്നാലും വധശിക്ഷയാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. അതിനോട് അടുത്ത് നിൽക്കുന്നതല്ല ഏകാന്ത തടവ്. വധശിക്ഷയും ഏകാന്ത തടവുമാണ് തിരഞ്ഞെടുക്കാനുള്ള രണ്ട് കാര്യങ്ങളെങ്കിൽ ഏകാന്ത തടവ് തന്നെയാണ് അഭികാമ്യം. ഏകാന്ത തടവ് വധശിക്ഷയേക്കാൾ സ്വീകാര്യമാണ് എന്ന നിലപാടാണ് യുവ വക്കീൽ സ്വീകരിക്കുന്നത്. ഈ തർക്കത്തിനൊടുവിൽ ബാങ്കർ മുൻപോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശമാണ് പന്തയത്തിന്റെ നിർദ്ദേശം. അദ്ദേഹം പറയുന്നു, 15 വർഷങ്ങൾ ഏകാന്തമായി ജീവിച്ചാൽ, ഏകാന്ത തടവ് പോലെ സമൂഹവുമായി ബന്ധമില്ലാതെ മറ്റു മനുഷ്യരുമായി ഇടപഴകാതെ ജീവിച്ചാൽ അദ്ദേഹം ദശലക്ഷക്കണക്കിന് റൂബിൾ സമ്മാനമായി നൽകാം എന്ന നിർദ്ദേശമാണ് മുൻപോട്ട് വെക്കുന്നത്. യുവ അഭിഭാഷകൻ ആ പന്തയം സ്വീകരിക്കുകയാണ്. ആ പന്തയത്തിൽ അദ്ദേഹം പങ്കുചേരുകയാണ്. അങ്ങനെ അന്നു മുതൽ ഏകാന്തമായ ജീവിതം ആരംഭിക്കുകയാണ്. ബാങ്കർ ഒരുക്കിക്കൊടുത്ത ഒരു കെട്ടിടത്തിന്റെ മുറിയിൽ ലോകവുമായി ബന്ധമില്ലാതെ സമയാസമയങ്ങളിൽ ഭക്ഷണം മാത്രം എത്തിച്ചുകൊടുക്കും. സമൂഹവുമായി, മറ്റു മനുഷ്യരുമായി ഒന്നും ഇടപഴകാതെ, ബന്ധമില്ലാതെ തന്റെ ജീവിതം 15 വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതം ആരംഭിക്കുകയാണ് യുവാവായ അഭിഭാഷകൻ. ഞാൻ കഥയുടെ മറ്റു വിശദാംശങ്ങളിലേക്കാകെ പോകുന്നില്ല. പക്ഷെ ആ അവസരം അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് വായിക്കാനാണ്. അദ്ദേഹം വായിക്കുന്നു. മറ്റൊന്നും ചെയ്യാനില്ലാത്ത സന്ദർഭമാണ് എന്നുകൂടി ഓർക്കണം. നിതാന്തമായ വായന. അദ്ദേഹം എണ്ണിയാലൊടുങ്ങാത്ത പുസ്തകങ്ങൾ വായിച്ചു കൂട്ടുന്നു. ആ വായന അയാളെ മറ്റൊരാളാക്കി മാറ്റുന്നു. ഇതിനിടയിൽ ബാങ്കറുടെ സാമ്പത്തിക അടിത്തറയെല്ലാം തകർന്നു പോകുന്നുണ്ട്. പറഞ്ഞതുപോലെ പണം കൊടുക്കാനൊന്നും കഴിയാത്തത് കൊണ്ട് ചില കടുംകൈകൾ ചെയ്യുകയല്ലാതെ മാർഗമില്ല എന്ന ചിന്തയിലേക്കൊക്കെ അയാൾ എത്തുന്നുണ്ട്. പക്ഷെ പന്തയം ജയിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആ പന്തയം ജയിച്ച് വിജയശ്രീലാളിതനായി ആ വലിയ തുക, സമ്മാന തുക കൈപ്പറ്റാനായിട്ടല്ല യുവ അഭിഭാഷകൻ വരുന്നത്. പന്തയം ജയിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അയാൾ സ്വമേധയാ മുറിയിൽ നിന്നും പുറത്തു വരികയാണ്. എന്ന് വെച്ചാൽ അതുവരെ താൻ വായിച്ച ആ വായനയിലൂടെ ആർജിച്ചെടുത്ത മഹത്തായ ജ്ഞാനം, ദാർശനികമായ ഉൾക്കാഴ്ച, ഭൗതികമായ നേട്ടങ്ങളുടെ അർത്ഥരാഹിത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ദശലക്ഷക്കണക്കിന് റൂബിളിനേക്കാൾ വലിയ നേട്ടം താൻ നേടിക്കഴിഞ്ഞു എന്ന തിരിച്ചറിവ് അയാളെ മറ്റൊരാളാക്കി മാറ്റിക്കഴിഞ്ഞു എന്ന് സാരം. ഇതുതന്നെയാണ് വായനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. വായന നമ്മളെ മറ്റൊരാളാക്കി മാറ്റി തീർക്കും. നാം ഓരോ ദിവസവും മാറുന്നുണ്ട്. ഒരു വായനക്കാരൻ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുസ്തകം വായിക്കാൻ ആരംഭിക്കുന്ന സമയത്തെ നമ്മളല്ല, ആ പുസ്തകത്തിന്റെ അവസാന പർവ്വം വായിച്ചു കഴിയുമ്പോഴുള്ള നമ്മളിൽ ആ പുസ്തകം പല വിധത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. ആ പുസ്തകം നമ്മോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് പിന്നെയുള്ള നാം ആ പുസ്തകത്തിൽ നിന്ന് നാം ആർജിച്ചെടുത്ത, നാം സ്വാംശീകരിച്ചെടുത്ത, നമ്മെ സ്വാധീനിച്ച ഘടകങ്ങൾ കൂടി ഉൾച്ചേർന്നതായി നമ്മൾ മാറുകയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, മനോഭാവങ്ങളിൽ, നമ്മുടെ നിലപാടുകളിൽ, നമ്മുടെ സമീപനങ്ങളിൽ, അഭിപ്രായങ്ങളിൽ ഒക്കെ ഈ മാറ്റം നിഴലിക്കും. ഓരോ പുസ്തകവും ഇങ്ങനെ നമ്മളെ നവീകരിക്കുന്നുണ്ട്. ആ നവീകരണത്തിന്റെ പാതയിലൂടെ യാത്ര ചെയ്ത് തുടങ്ങിയിടത്തു നിന്നും എത്രയോ ഉയരത്തിലുള്ള ഒരു മനുഷ്യനായി നാം മാറിക്കൊണ്ടേയിരിക്കും. ആ മാറ്റമാണ് വായനയുടെ ശക്തി, വായനയുടെ കരുത്ത്. ആ വായന നമ്മളെ പുതിയ ലോകത്തെ മനുഷ്യരാക്കി തീർക്കും, അഥവാ പുതിയ മനുഷ്യരാക്കി തീർക്കും, സംസ്കരിക്കപ്പെട്ട മനുഷ്യരാക്കി മാറ്റും. നാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൂടുതൽ മനുഷ്യരായി മാറും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രൂപം ഉള്ളത് കൊണ്ട് മാത്രം ആയില്ല.
മനുഷ്യരെന്ന് പറയുമ്പോൾ ഉറപ്പായും മനുഷ്യത്വമുള്ളവർ കൂടിയാണ്. മനുഷ്യത്വമാണ് ഒരാളെ മനുഷ്യനാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്റെ രൂപം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ആ മനുഷ്യത്വത്തെ, മാനവികതയെ കൂടുതൽ ദീപ്തമാക്കാൻ വായന നമ്മളെ സഹായിക്കുമെന്നതാണ് വാസ്തവം. ഞാൻ വളരെ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒപ്പം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ഒപ്പം നാം കാണേണ്ട ഒന്ന്, വായനയുടെ രീതികളെ കുറിച്ച് തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അലസമായ വായനയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു വാചകം പോലുമില്ല എന്നും പറയുകയുണ്ടായി. അതിന്റെ അർത്ഥം, വായനയെ നമ്മുടേതായ രീതിയിൽ സമീപിക്കുമ്പോഴും അതിനെ സാമാന്യേന ഗൗരവത്തോടു കൂടി കാണാൻ, നമ്മുടേതായ ഇടങ്ങൾ വായിക്കുന്നിടത്ത് കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ഓരോ എഴുത്തുകാർക്കും അവരവരുടേതായ ശൈലികളുണ്ടാവും. എല്ലാവരും ഒരേ ശൈലിയും ഒരേ രീതിയും പിന്തുടരുന്നവരല്ല. വായനക്കാർക്കുള്ള ഒരു ഇടം കൂടി എഴുത്തുകാരൻ അവശേഷിപ്പിക്കുന്നുണ്ട്. എഴുതേണ്ടതെല്ലാം എഴുതി പൂർത്തിയാക്കുന്ന ഒരാളല്ല ഏറ്റവും നല്ല എഴുത്തുകാരൻ, മറിച്ച് വായനക്കാരന്റെ ഒരു ഇടം അവശേഷിപ്പിച്ച് കടന്നു പോകുന്നവനാണ് മികച്ച എഴുത്തുകാരൻ. പറയാനുള്ളത് മുഴുവൻ ഒന്നിനു പുറകെ മറ്റൊന്നായി വിശദമായി എഴുതി വെച്ച് അത് മാത്രം വായിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എഴുത്തും വായനയും അതിൻ്റെ ആന്തരികമായ ഊർജം നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയിലാണ് എത്തുക. ഇപ്പോ എന്താണ് ഉദാഹരണം പറയേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല, എങ്കിലും എം മുകുന്ദൻ എഴുതിയ ഒരു ചെറിയ നോവലുണ്ട്, ഒരു വളരെ ചെറിയ നോവലറ്റ് എന്നൊക്കെയാ പറയുക. അപ്പോൾ ആ നോവലിന്റെ പേര് മരിയയുടെ മധുവിധു എന്നാണ്. നിങ്ങൾ ചിലരെങ്കിലും ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും. മരിയയുടെ മധുവിധു എന്നാണ് നോവലിന്റെ പേര്. ആ നോവലിലെ ഒരു അധ്യായം, 6 ഓർമ്മ, 6-ാമത്തെ അധ്യായം. ആ അധ്യായം ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ ആ അധ്യായം മുഴുവൻ ഇവിടെ വായിക്കാൻ പോവുകയാണ്. ആ അധ്യായം ഒരു വാചകം മാത്രമാണ്. അധ്യായം 6, അയാളുടെ അമ്മ മരിച്ചുപോയി. ഇതാണ് അധ്യായം. ആ അധ്യായം കഴിഞ്ഞു. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് മലയാള നോവൽ സാഹിത്യത്തിൽ ഇന്നോളം രചിക്കപ്പെട്ട കൃതികളിൽ ഏറ്റവും ചെറിയ അധ്യായമുള്ള നോവൽ ഇതായിരിക്കാം. ആ നോവലിലെ അധ്യായവും ഇതാണ്, അയാളുടെ അമ്മ മരിച്ചുപോയി എന്ന. എം മുകുന്ദൻ എന്ന എഴുത്തുകാരൻ ആ അധ്യായം അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ വായനക്കാരൻ ആ വാചകം, ആ അധ്യായത്തിലെ അവസാന വാചകവും ആദ്യ വാചകവും എന്ന നിലയിലാവില്ല സമീപിക്കുക. അവിടെ നിന്ന് വായനക്കാരന്റെ വായന ആരംഭിക്കുകയാണ്. ഒരു അധ്യായത്തിലും ഒതുക്കി വെക്കാൻ കഴിയുന്നതല്ല ഒരമ്മയുടെ മരണമെന്നും. ഒരമ്മയുടെ മരണം എത്ര തന്നെ വിശദമായി നീട്ടി പറഞ്ഞാലും അത് പറഞ്ഞ് ഫലിപ്പിക്കാനാവാത്തതാണ് എന്നും എഴുത്തുകാരൻ പറയാതെ പറയുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ, വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താനാവാത്ത സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കരുതലിന്റെയും എല്ലാം മഹാലോകങ്ങളിലേക്ക് ഒരു വാതിൽ അവിടെ തുറന്നിടുകയാണ്. സ്വന്തം അമ്മയുടെയോ ഏറ്റവും അടുപ്പമുള്ളവരുടെ അമ്മമാരുടെയോ ഒക്കെ സ്നേഹ സാമ്രാജ്യത്തിന്റെ വാതിലായി ഒരു വാചകം മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല അനുഭവങ്ങളും മലയാള സാഹിത്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മുകുന്ദനിലാണ് നമ്മൾ ഉദാഹരണം തുടങ്ങിയത്. എം മുകുന്ദന്റെ തന്നെ പഴയൊരു നോവലാണ്, 10-12 വർഷം മുൻപ് എഴുതിയ നോവലാണ് ഡൽഹി ഗാഥകൾ. ഡൽഹി ഗാഥകളിൽ ശ്രീധരനുണ്ണി എന്നൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം യുദ്ധത്തെ എതിർക്കുന്ന ഒരാളാണ്. യുദ്ധത്തെ എതിർക്കുന്ന, ഭയപ്പെടുന്ന, യുദ്ധവിരോധിയായ ഒന്നാണ്. സത്യം പറഞ്ഞാൽ യുദ്ധം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഹീനമായ, ഹൃദയശൂന്യമായ ഒരു കുറ്റകൃത്യമാണ്. മനുഷ്യർ പരസ്പരം കൊന്നൊടുക്കുകയാണ്. ഒരുപക്ഷെ വായനാ ലോകം വികസിക്കുകയും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കടന്നു പോവുകയും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നവീകരിക്കപ്പെട്ട മനുഷ്യർ മാത്രം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലം പിറന്നാൽ, അങ്ങനെ ഒരു കാലം പിറക്കുമോ എന്നറിയില്ല, അങ്ങനെ ഒരു കാലം പിറന്നാൽ അവിശ്വസനീയതയോടെ ഭൂതകാലത്തെ അവർ നോക്കിക്കാണും. യുദ്ധം ചെയ്തു ഈ ഭൂമുഖത്ത് മനുഷ്യർ എന്ന് സംസ്കരിക്കപ്പെട്ട ഭാവി മനുഷ്യർ ഒരുപക്ഷെ പെട്ടെന്ന് വിശ്വസിച്ചേക്കില്ല. അത്രമാത്രം ഹീനമായൊരു കാര്യമാണ് യുദ്ധം. ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. റാഫയിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പലായനം ചെയ്തിട്ട്.
അവിടെ 35,000-ലധികം വരുന്ന മനുഷ്യർ, അതിൽ പകുതിയിലധികം സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. ഉക്രൈനിൽ വേറൊരു യുദ്ധം നടക്കുന്നുണ്ട്. യുദ്ധസമാനമായ സാഹചര്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പൊ അതെല്ലാം നാം അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും ചർച്ചകൾക്ക് വിഷയമാക്കാനുമെല്ലാം ശ്രമിക്കുന്നത് നല്ലതാണ്. പറഞ്ഞു വന്നത് ഡൽഹി ഗാഥകൾ എന്ന നോവലിൽ യുദ്ധത്തെ ഭയപ്പെടുന്ന മനുഷ്യനെ കൊന്നുകളയുന്നത് ഉൾക്കൊള്ളാനാവാത്ത ഒരു കഥാപാത്രമാണ് ശ്രീധരൻ ഉണ്ണി. അപ്പൊ ശ്രീധരൻ ഉണ്ണി ഒരിക്കൽ പത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആ വാർത്ത വായിച്ച ശേഷം കുഴഞ്ഞു വീണു മരിക്കുന്ന കഥാപാത്രമാണ് ഡൽഹി ഗാഥകളിലെ ശ്രീധരൻ ഉണ്ണി. പത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചു പോവുകയാണ്. ഇത് എം മുകുന്ദൻ എന്ന കഥാകൃത്ത് നോവലിസ്റ്റ് ആവിഷ്കരിക്കുമ്പോൾ യുദ്ധത്തിനെതിരായ ഈ ഭൂമുഖത്തെ ഏറ്റവും ശക്തിമത്തായ ഒരു നിലപാടിന്റെ ആവിഷ്കാരമായി ആ സന്ദർഭം മാറുന്നുണ്ട്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ കുഴഞ്ഞു വീണു മരിച്ചു പോകുന്നത് 2 രാഷ്ട്രങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോഴാണ്. എത്ര മനുഷ്യരാണ് കൊന്നൊടുക്കപ്പെടുക എന്നതിന് മുൻപ് ആ കഥാപാത്രം ആശങ്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ആശങ്കകൾ ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ കഥാവശേഷൻ എന്ന സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളിലുണ്ടാവും. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള എക്കാലത്തെയും ചലച്ചിത്രങ്ങളിൽ മികച്ച ചലച്ചിത്രങ്ങളിൽ ഒന്നാണ് തീർച്ചയായും കഥാവശേഷൻ. TV ചന്ദ്രനാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. ആ സിനിമയുടെ പ്രത്യേകത കണ്ടിട്ടുള്ളവരുടെ മനസ്സിലാ കഥയും ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് വിശദമായിട്ടൊന്നും അതിലേക്ക് പോകുന്നില്ല. എങ്കിലും ആദ്യ രംഗങ്ങളിൽ തന്നെ കഥാനായകൻ ആത്മഹത്യ ചെയ്യുന്ന ദൃശ്യം പ്രേക്ഷകരുടെ മുൻപിൽ എത്തുന്നുണ്ട്. തുടർന്ന് ആ സിനിമ പുരോഗമിക്കുന്നത് വളരെ ഉത്സാഹവാനായ ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കെ പ്രത്യേകിച്ച് ഒരു കാരണവും പറയാനില്ലാത്ത ഘട്ടത്തിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഏറ്റവും കൂടുതൽ ഈ ചോദ്യം ഉയരുക. നിശ്ചയിക്കപ്പെട്ട വിവാഹത്തിലെ പ്രതിശ്രുത വധുവിനായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തിന് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തുവെന്ന് പ്രതിശ്രുത വധുവിന്റെ നേതൃത്വത്തിൽ അവർ മുൻകൈയെടുത്ത് നടത്തുന്ന അന്വേഷണമാണ് ആ സിനിമ. ഏതായാലും ആ സിനിമ അങ്ങനെ പുരോഗമിച്ച് സിനിമ അവസാനിക്കുമ്പോൾ ആ അവസാനത്തെ രംഗത്തിൽ എന്തിനാണ് കഥാനായകൻ ആത്മഹത്യ ചെയ്തത് എന്ന് വിവിധ ഭാഷകളിൽ പറയുന്നുണ്ട്. ആ രംഗത്തിൽ നാം കാണുന്ന ദൃശ്യം ആത്മഹത്യയുടെ കാരണം എഴുതിയ ഒരു കാർഡാണ്. അതിങ്ങനെയാണ്: ഫോർ ദ ഷെയിം ഓഫ് ബീയിങ് എലൈവ് എന്നാണ്. ജീവിച്ചിരിക്കുന്നതിലുള്ള നാണക്കേട് കൊണ്ട് എന്ന് പല ഭാഷകളിൽ മുഴങ്ങുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അത് പൂർണ്ണമാവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കഥാനായകന് തോന്നിയത്? ജീവിച്ചിരിക്കുന്നത് ഒരു നാണം കെട്ട പരിപാടിയാണ് എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഗുജറാത്തിൽ വംശഹത്യ നടന്ന ഒരു കാലം. ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. നൂറുകണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. കഥാനായകൻ മുൻപൊരിക്കൽ ഗുജറാത്തിൽ ജോലി ചെയ്തിരുന്നു. അന്ന് അവർ താമസിച്ചിരുന്ന വീടിന്റെ തൊട്ടടുത്ത്, ആ വീട്ടിനോട് ചേർന്ന് തന്നെ താമസിച്ചിരുന്ന കുടുംബത്തിലെ ആഹ്ലാദവതിയായ ഒരു പിഞ്ചു പെൺകുട്ടി, ഈ ചെറുപ്പക്കാരുടെ എല്ലാം ഇളയ സഹോദരിയെ പോലെ, അവരുടെ എല്ലാം ഇടയിൽ ഒരു പൂമ്പാറ്റയെ പോലെ കഴിഞ്ഞിരുന്ന കുസൃതിക്കാരിയായ ആഹ്ലാദവതിയായ ഉത്സാഹഭരിതയായ ഒരു കൊച്ചു പെൺകുട്ടി. ആ പെൺകുട്ടി അവരുടെ എല്ലാം കുടുംബാംഗത്തെ പോലെ തന്നെയായിരുന്നു. പിന്നീട് കഥാനായകൻ അവിടെ നിന്നെല്ലാം മാറി വരുന്നു. ഗുജറാത്തിലെ വംശഹത്യയുടെ വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെട്ട ദിനങ്ങളിൽ ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്നെഴുന്നേറ്റ കഥാനായകന്റെ മുൻപിൽ അന്നത്തെ ദിനപത്രം, ആ ദിനപത്രം എടുത്ത് വിടർത്തി നോക്കുമ്പോൾ ഈ കൊച്ചു പെൺകുട്ടി ക്രൂരമായി പിച്ചി ചീന്തി കൊല ചെയ്യപ്പെട്ട വാർത്തയാണ് പത്രത്തിലുള്ളത്. ആ വാർത്ത വായിച്ച നിമിഷത്തിലാണ് ഒരു കൊച്ചു പെൺകുട്ടിയെ ക്രൂരമായി പിച്ചി ചീന്തി കടിച്ചു കീറി കൊന്നുകളയാൻ മടിയില്ലാത്ത മനുഷ്യരാണ് തന്റെ ചുറ്റും ജീവിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിന്റെ പൊള്ളുന്ന ആ അന്തരീക്ഷത്തിലാണ് ഇനി ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് കഥാനായകൻ ആ നിഗമനത്തിൽ എത്തിച്ചേരുന്നതും ജീവൻ ഒടുക്കുന്നതും. ഞാൻ സൂചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രമായി ആവിഷ്കരിക്കപ്പെട്ട ചില മുഹൂർത്തങ്ങൾ നിങ്ങളുടെ വായനാ ലോകത്തിൽ നിങ്ങൾക്ക് കണ്ടെടുക്കാൻ സാധിക്കും.
അത് നിങ്ങളെ സ്വാധീനിക്കാതിരിക്കില്ല, നിങ്ങളെ കൂടുതൽ നല്ല മനുഷ്യരാക്കി മാറ്റാതിരിക്കില്ല, നന്മയുടെ പക്ഷത്ത് അടിയുറപ്പിച്ചു നിർത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കുകയില്ല. അങ്ങനെയാണ് നാം ഓരോ വായന കഴിയുമ്പോഴും പിന്നിട്ട പേജുകളിൽ നിന്ന്, പിന്നിട്ട താളുകളിൽ നിന്ന് നിങ്ങൾ സ്വാംശീകരിച്ചെടുത്ത ആശയങ്ങളുടെ കൂടി ആകത്തുകയായി രൂപാന്തരപ്പെട്ടു വരിക. അങ്ങനെ വരുമ്പോഴാണ് നാം കൂടുതൽ നല്ല മനുഷ്യരായി മാറുക. എം മുകുന്ദനെ കുറിച്ചാണ് നേരത്തെ നമ്മൾ സംസാരിച്ചത്. എം മുകുന്ദന്റെ ഏറ്റവും ഒടുവിലത്തെ നോവൽ നിങ്ങൾ എന്ന ഒരു നോവലാണ്. നിങ്ങൾ എന്നാണ് ആ നോവലിന്റെ പേര്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അത് ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരുപക്ഷെ അപ്പോഴോ അല്ലെങ്കിൽ പുസ്തകമായി ഇറങ്ങിയപ്പോഴോ പലരും അത് വായിച്ചിട്ടുണ്ടാവാം. നമ്മുടെ നാട്ടിലെ നോവലുകളുടെ ചരിത്രത്തിൽ ഒരു പുതിയ ആഖ്യാന ശൈലിയുടെ പരീക്ഷണമാണ് മുകുന്ദൻ അതിൽ നടത്തുന്നത്. ആ നോവലിന്റെ പ്രത്യേകത വായിച്ചവരെല്ലാം ഓർമ്മിക്കുന്നുണ്ടാവും. വായിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ആ നോവലിലെ പ്രധാന കഥാപാത്രം. അതുകൊണ്ടാണ് നിങ്ങൾ എന്ന നോവലിന്റെ പേര്. നിങ്ങളുടെ പേര് ഉണ്ണീഷ്ണൻ എന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ നോവൽ ആരംഭിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നു ആ നോവൽ. ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കാനല്ല ഇവിടെ ആഗ്രഹിച്ചത്. മറിച്ച് ആ നോവലിൽ കടന്നു വരുന്ന പല മുഹൂർത്തങ്ങളും വർത്തമാനകാലത്തോട് അത്രമേൽ അർത്ഥപൂർണമായി സംവദിക്കുന്നുണ്ട്. 1921 മലബാർ സമരത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിന്റെ മറ്റു പശ്ചാത്തലമൊന്നും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അതിൽ നിങ്ങളോട് മലബാർ സമരത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്. പാർവതി എന്നാണ് അവരുടെ പേര്. പാറു എന്ന് വിളിക്കുന്ന പാർവതി. പാർവതി നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ആരുടെ പക്ഷത്തായിരുന്നു? 1921 മലബാർ സമരത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്തായിരുന്നു? അപ്പോ അറിയേണ്ടത് കൃത്യമായി അവർ പറയുന്നുണ്ട്, നിങ്ങൾ മാപ്പിളമാരുടെ പക്ഷത്തോ ഹിന്ദുക്കളുടെ പക്ഷത്തോ? അതാണ് ചോദ്യം. അതിന് നിങ്ങൾ പറയുന്ന മറുപടി, ഞാൻ ചരിത്രത്തിന്റെ പക്ഷത്താണ് എന്നാണ്. അപ്പോൾ അവർ വിടുന്നില്ല, വീണ്ടും ചോദിക്കുന്നു, ചരിത്രം എന്താണ് പറയുന്നത്? അതിന് നിങ്ങൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഒരു മുഖത്തെ രണ്ട് കണ്ണുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നാണ്. ഇതുവരെ മലയാളത്തിൽ രചിക്കപ്പെട്ട സാഹിത്യകൃതികളിൽ മതനിരപേക്ഷതയെ, ഐക്യത്തെ, മനുഷ്യർക്കിടയിലുള്ള സാഹോദര്യത്തെ, മതാതീതമായ മനുഷ്യ സ്നേഹത്തെ, മതങ്ങൾക്ക് അതീതരാണ് മനുഷ്യരെന്ന മഹത്തായ ആശയത്തെ ഇത്ര ദീപ്തമായി പ്രതിഫലിപ്പിച്ചിട്ടുള്ള മറ്റൊരു എഴുത്തുകാരനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറുപടി ഇങ്ങനെയാണ്, ഒരു മുഖത്തെ രണ്ട് കണ്ണുകൾ പോലെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന്. ആ നോവൽ തന്നെ തുടർന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ആ നോവലിലെ നിങ്ങളും ഹിറ്റ്ലറും എന്നൊരു അധ്യായം. ആ അധ്യായത്തിൽ പറയുന്നുണ്ട്, വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വഴങ്ങിയിട്ടില്ല. പക്ഷേ അവസരം കാത്ത് അതിപ്പോഴും നിങ്ങളുടെ തൊലിപ്പുറത്തു തന്നെയുണ്ട്. നമ്മൾ ഓരോരുത്തരും സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യയിൽ. ഈ അടുത്ത ദിവസങ്ങളിൽ പോലും നിങ്ങൾ കണ്ടിട്ടുള്ളത്, നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ മതപരമായ ധ്രുവീകരണത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അപകടകരമായ ഉത്തരവാദിത്വരഹിതമായ പ്രസ്താവനകൾ, പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനത് ഓരോന്നുമായി ഇവിടെ വിശദീകരിക്കാനോ അതിന്റെ കാര്യകാരണങ്ങളിലേക്കുള്ള ഒരു വിശകലനത്തിനോ ഇപ്പോൾ മുതിരുന്നില്ല. പകരം മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വിശ്വാസത്തിന്റെയും കാഴ്ചപ്പാടുകളുടെയും പേരിൽ, മനുഷ്യർ പിറന്നു വീണ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒക്കെ മനുഷ്യരെ ഭിന്നിപ്പിക്കാനും ശത്രുക്കളാക്കാനുമുള്ള വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അത്തരത്തിലുള്ള ഹീനമായ കൃത്യങ്ങൾ നടക്കുന്ന ഒരു കാലത്ത്, ഒരു സാഹിത്യകാരൻ തന്റെ നോവലിലൂടെ നമുക്ക് വായനക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിക്കുന്നു. നിങ്ങൾ വഴങ്ങിയില്ല. പക്ഷെ ഒരവസരം കാത്ത് അതിപ്പോഴും നിങ്ങളുടെ തൊലിപ്പുറത്തുണ്ട് എന്നാണ്. നമ്മളിലെ മനുഷ്യരെ, നമ്മളിലെ മനുഷ്യ സ്നേഹിയെ കൊന്നുകളയാൻ ഒരു വർഗീയ അണുവിനെയും സമ്മതിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കേണ്ട ഒരു കാലത്താണ് നാം. മരിച്ചുപോയാലും ഉള്ളിലേക്ക് വർഗീയതയുടെ, വംശീയതയുടെ, ഇതരമത വിദ്വേഷത്തിന്റെ, മനുഷ്യനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന വികലമായ കാഴ്ചപ്പാടുകളുടെ
ഒരംശത്തെ പോലും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ അനുവദിക്കില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള മഹത്തായ കൃതികൾ കൂടി രചിക്കപ്പെടുന്നത് എന്ന് നാം കാണണം. ഇത്തരത്തിലുള്ള സാഹിത്യ കൃതികളാണ്, സാഹിത്യ കൃതികൾ എന്ന് പറഞ്ഞാൽ എല്ലാ കൃതികളും, അതിൽ സാഹിത്യേതരമായി നമ്മൾ കരുതുന്ന ഈ ക്രിയേറ്റീവ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്ന ചില പ്രത്യേക കളങ്ങളിലായി തരംതിരിക്കാറുണ്ട്. അതിനെല്ലാം അതീതമായി ഏതൊരു പുസ്തകവും ഇത്തരത്തിലൊരു ഘട്ടത്തിൽ, ഒരു കാലത്ത് പുറത്തിറങ്ങുന്ന പുസ്തകം തീർച്ചയായും അത്തരം എല്ലാ പുസ്തകങ്ങളിലുമുള്ള മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും എല്ലാം ആശയങ്ങളെ സ്വാംശീകരിക്കാനും അതിനെ ദീപ്തമാക്കാനും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുമെല്ലാം ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, നാളെ അധ്യാപകരാകേണ്ടവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. അതിന് സഹായകരമാവും നിങ്ങളുടെ ഇത്തരത്തിലുള്ള സാഹിത്യ സംബന്ധിയായ കൂട്ടായ്മകൾ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റും പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടി ഇതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ടതോ മറുപടി പറയേണ്ടതോ ആയ കാര്യങ്ങളോ അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളോടുകൂടി പ്രതികരിച്ചുകൊണ്ട് ചുരുക്കാമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്ര മാത്രമേ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നന്ദി. അടുത്ത സാറുമായിട്ട് ആശയങ്ങൾ പങ്കുവെക്കാനുള്ള വിലപ്പെട്ട സമയമാണ്. എല്ലാവരും ഇത് പരമാവധി വിനിയോഗിക്കുക. നമസ്കാരം സർ. സർ കേൾക്കാവോ സർ? കേൾക്കാം, പറഞ്ഞോളൂ. സാർ, എന്റെ പേര് അഞ്ജലി. ഞാൻ KCT കുന്നത്തെ ഒരു അധ്യാപക വിദ്യാർത്ഥിയാണ്. സാർ, എന്റെ ഒരു പലപ്പോഴും ഉണ്ടായ ഒരു സംശയം മാത്രമാണ് സാറിനോട് ഞങ്ങൾക്ക് പങ്കുവെക്കുക. സാറ് പറഞ്ഞല്ലോ പുതിയൊരു അധ്യാപകയാണ്, അപ്പം നമ്മൾ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരണമെന്ന്. അപ്പൊ പലപ്പോഴും ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ്, ചില മാതാപിതാക്കൾക്ക് തന്റെ കുട്ടി വായനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, തന്റെ പാഠപുസ്തകത്തിനോടുള്ള സമയം കൂടി വായനയിലേക്ക് കൊടുക്കുന്നതിലൂടെ അവർക്ക് കുറച്ച് വിമർശനം ഉണ്ടാകും ചില അധ്യാപകരല്ല, ചില മാതാപിതാക്കൾക്ക്. അപ്പൊ ഒരു പുതിയൊരു അധ്യാപക എന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒരു വിമർശനം ഉണ്ടായാൽ അതെങ്ങനെ നമ്മൾ ചെയ്യണം സാർ? എങ്ങനെ അത് കൈകാര്യം ചെയ്യും? നമ്മൾ അവരോട് എങ്ങനെ സംസാരിക്കും? ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അവരത് വേറെ രീതിയിൽ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ചില മാതാപിതാക്കൾ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എനിക്ക് സത്യത്തിൽ ഇതിന്റെ ഒറ്റമൂലിയൊന്നും പറഞ്ഞു തരാനില്ല. ഞാൻ വിചാരിക്കുന്നത് എന്നേക്കാൾ ഇതൊക്കെ ഭംഗിയായി കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാവുന്നതാണ്. നിങ്ങൾ പറഞ്ഞ കാര്യത്തെ ഞാൻ തള്ളിക്കളയുന്നില്ല. നമ്മുടെ നാട്ടിൽ ധാരാളം രക്ഷിതാക്കൾക്ക് ഇത്തരത്തിലുള്ള അവർ ശരിയെന്ന് കരുതുന്ന എന്നാൽ അത്ര ഉചിതമല്ലാത്ത ഒരുപാട് നിലപാടുകളുണ്ട്. ഞാൻ രക്ഷിതാക്കൾക്ക് മാത്രമല്ല അധ്യാപകർക്കും ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് ഞാൻ മറ്റു മറുപടികളിലേക്ക് പോകുന്നില്ല. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചതിന് ഏതെങ്കിലും ഒരു ഒറ്റമൂലി പോലെ ഒരു കാര്യം പറയുക എന്നതിലല്ല. ഞാൻ ഒരിക്കൽ ഒരു അനുഭവം മാത്രം പറയട്ടെ. ഒരിക്കൽ നമ്മുടെ തെന്നിന്ത്യയിലെ മഹാനായ ചലച്ചിത്രകാരനാണ് കമൽഹാസനെ ഒരിക്കല് ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം കിട്ടി, ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടി. അപ്പൊ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരാളല്ല, അത് എനിക്കറിയാമായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഒന്നും പഠിക്കണമെന്ന് തോന്നിയില്ല, പഠിക്കാൻ ഒരു ഇഷ്ടവും തോന്നിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളോട് പറഞ്ഞു അത്രേ, എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല, എനിക്ക് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഈ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ വിദ്യാസമ്പന്നരാണ്, സമൂഹത്തിൽ വലിയ നിലയുള്ളവരാണ്. അപ്പൊ അവർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്, എന്താണ് കാര്യം? അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടം പാട്ട് പാടാനാണ്, പാട്ട് പഠിക്കാനാണ്, ഡാൻസ്
പഠിക്കാനാണ്, അഭിനയം പഠിക്കാനാണ്, അതൊക്കെയാണ് ഇഷ്ടം. സ്കൂളിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് രക്ഷിതാക്കളോട് എനിക്കിനി സ്കൂളിൽ പോകണ്ട, എനിക്ക് ഡാൻസും പാട്ടും അഭിനയമൊക്കെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് ആ സന്ദർഭത്തിൽ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ കമൽഹാസന്റെ രക്ഷിതാക്കൾ അദ്ദേഹത്തെ അതിനെ അനുവദിച്ചു എന്നതാണ് സത്യം. അദ്ദേഹത്തോട് പറഞ്ഞു, ശരി എന്നാ നീ ഇനി പോയി പാട്ട് പഠിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പാട്ട് പഠിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ അന്ന് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം 2 അടിയൊക്കെ കൊടുത്ത് കൊണ്ടുപോയി ക്ലാസ്സിൽ ഇരുത്തിയിരുന്നെങ്കിലോ ചിലപ്പോ ഒരു എഞ്ചിനീയറായോ, ഒരു ഡോക്ടറായോ, ഒരു കളക്ടറായോ ഒക്കെ കമൽഹാസൻ മാറുമായിരുന്നു. പക്ഷെ കലാലോകത്തിന് എത്ര വലിയൊരു നഷ്ടമായിരിക്കും. അതിന്റെ അർത്ഥം കമൽഹാസൻ എന്ന വ്യക്തിയുടെ നൈസർഗികമായ ചോദന, സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ അഭിരുചി, അത് ഒരു കലാകാരൻ, ഒരു അഭിനേതാവ്, ഒരു ചലച്ചിത്രകാരനാവുക എന്നുള്ളതായിരുന്നു. അത് ആ കുട്ടി തിരിച്ചറിഞ്ഞു. കുട്ടിയായിരുന്ന കാലത്ത് രക്ഷിതാക്കൾ അതിനെ നിരുത്സാഹപ്പെടുത്തിയതുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ദൗർബല്യം, ഒരുപാട് കാര്യങ്ങളിൽ കേരളം മികവുറ്റതാണെങ്കിലും കേരളത്തിലെ രക്ഷിതാക്കളുടെ ഇടയിലെ ഏറ്റവും അനുചിതമായ, എല്ലാവരുടെയും എന്ന് പറയാനാവില്ല, എന്നാലും ഭൂരിപക്ഷം എന്ന് പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു അനുചിതമായ സമീപനം കുട്ടികൾ എന്താവണം എന്ന് അവർ തീരുമാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താകുവാനാണ് ആ കുട്ടിയുടെ ചോദന, അഭിരുചി, കുട്ടിയുടെ കഴിവ്, നൈസർഗികമായി തന്നെയുള്ള വാസന എന്ന് നമ്മൾ നോക്കുന്നേയില്ല. പകരം രക്ഷിതാക്കൾ തീരുമാനിക്കുകയാണ്. ഒരു കാലത്ത് ഡോക്ടർ ആവണം എന്നതായിരുന്നു, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നായിരുന്നു. ഡോക്ടർ ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ എഞ്ചിനീയർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡോക്ടറും എഞ്ചിനീയറും എന്ന് പറഞ്ഞാൽ അത് രണ്ടും തമ്മിൽ നേരിട്ട് വലിയ ബന്ധമുള്ള ഒരു മേഖലയല്ല. പക്ഷെ രക്ഷിതാക്കൾ ഒരു കാലത്ത് കേരളത്തിൽ ഉറക്കെ പറഞ്ഞിരുന്നത് ഡോക്ടർ ആവണം, ഇനി എന്തെങ്കിലും കാരണവശാൽ ഡോക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്ന നിലയ്ക്കാണ്. അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിന്റെ അംശങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾ സിലബസിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നന്നായി വായിക്കാൻ സമയം കണ്ടെത്തിയാൽ ചിലപ്പോൾ അത് എല്ലാ രക്ഷിതാക്കൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടുകൊള്ളുന്നില്ല. അതുകൊണ്ട് അഞ്ജലി ചോദിച്ച കാര്യം പ്രസക്തമാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ നന്നായി മുന്നേറാൻ സാധിക്കും. സിലബസിന് പുറത്തുള്ള വായന അവനെ പഠനത്തിൽ പുറകോട്ട് നയിക്കുകയല്ല ചെയ്യുക, അവനെ കൂടുതൽ നന്നായി പഠിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുക എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നല്ലതായിരിക്കും എന്ന് മാത്രമേ ഈ കാര്യത്തോട് എനിക്ക് പ്രതികരിച്ച് പറയാനുള്ളൂ. നമസ്കാരം സഖാവേ. നമസ്കാരം. ഞാൻ എൻ്റെ പേര് ഹേന എന്നാണ്, കോളേജിലെ ടീച്ചറാ. എന്റെ ചോദ്യമാണോ സംശയമാണോ അല്ലെ അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കലാണോ എന്ത് വേണമെങ്കിലും കരുതാം. എന്നാലും ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് നിലപാടുകളില്ലാത്ത, സ്വന്തമായ അഭിപ്രായങ്ങളില്ലാത്ത മനുഷ്യർ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുപേര് വെച്ചാൽ അവർക്കൊക്കെ നിലപാടുകൾ ഉണ്ടെങ്കിലും ഇതൊക്കെ തുറന്നു പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണ് പലയിടത്തും നമ്മൾ കാണുന്നത്. അപ്പോ ആ ശ്രമത്തിന്റെ ഭാഗമെന്ന് പറയുന്ന ഒരു പക്ഷേ അവരുടെ ഉള്ളിലുള്ള ഭയം കൊണ്ടായിരിക്കാം. അപ്പൊ ഈ ഭയത്തെ ഒഴിവാക്കാൻ ചിലപ്പോൾ നമ്മുടെ വായനയ്ക്ക് സാധിക്കുമെന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൂൾ തലം മുതൽ തന്നെ ഈ പ്രത്യയശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഭരണഘടനയോ ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ പാഠ്യപദ്ധതിയിലൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പുസ്തകങ്ങൾ എങ്ങനെ വായിക്കണം അല്ലെങ്കിൽ എങ്ങനെ വായിക്കപ്പെടണം എന്നുള്ളൊരു ഹിഡൻ രാഷ്ട്രീയം കൂടി അതിൽ ഉൾപ്പെടുത്തിയാൽ ഇത്തരത്തിലുള്ളൊരു ഭയം, മറ്റുള്ളവരോട് സ്വന്തമായിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കാൻ ഈ സ്കൂൾ തലം മുതൽ കുട്ടികളെ പ്രാപ്തരാക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളും ഭരണഘടനയും ഒക്കെ നമ്മുടെ പുസ്തകങ്ങളുടെ അല്ലെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? അത് വീണ്ടും അതിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണോ ഉള്ളത്? തോന്നുന്നൊരു കാര്യം, ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഭരണഘടന, അതുപോലെ തന്നെ ലോകത്തിലെ പല തത്വചിന്താ പദ്ധതികൾ, രാഷ്ട്രീയ ദർശനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സംക്ഷിപ്തമായാണെങ്കിലും മുൻപ് പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. ഞാനൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ
ഞാൻ ഓർക്കുന്നുണ്ട്. പൗരനും ഭരണഘടനയും അതിനെക്കുറിച്ചൊക്കെയുള്ള ചെറിയ ഭാഗങ്ങൾ, എല്ലാ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച്, ഗാന്ധിസത്തെ സംബന്ധിച്ച്, കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് ഒക്കെ, മതനിരപേക്ഷതയെ കുറിച്ചൊക്കെ സംക്ഷിപ്തമായിട്ടായിരിക്കും, പക്ഷെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് പാഠ്യപദ്ധതിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. അത് വളരെ അപകടകരമായിട്ടുള്ള മാറ്റമാണ്. അത് രാഷ്ട്രീയാധികാരം കൊണ്ട് പാഠപുസ്തകങ്ങളെല്ലാം തിരുത്തി എഴുതുന്ന പ്രക്രിയയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നാളെ ഏത് ദിശയിലേക്ക് എത്തും എന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അത് കാത്തിരുന്ന് കാണേണ്ടതായിട്ടൊന്നാണ്. എന്നാൽ സംസ്ഥാന പാഠ്യപദ്ധതി തയ്യാറാക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി വിദ്യാർത്ഥികളെ ഒരു പുതിയ ലോകത്തെ പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഉള്ളടക്കമുള്ള പാഠ്യപദ്ധതികൾ തയ്യാറാക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഈ കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്, ഇതിന്റെ പുറമെ അല്ലെങ്കിൽ ഇതിനോടൊപ്പം അധ്യാപകർക്കൊരു വലിയ പങ്കുണ്ട്. ഞാൻ വിചാരിക്കുന്നത് വായനയുടെ ലോകത്തേക്ക് പാഠപുസ്തകങ്ങളല്ല സത്യത്തിൽ ഞങ്ങളെ ഒന്നും കൈപിടിച്ചു കൊണ്ടുവന്നത്, ഞങ്ങളുടെ അധ്യാപകരായിരുന്നു. ഇപ്പോ ലോവർ പ്രൈമറി ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരെല്ലാം ഞാൻ ഇപ്പോഴും കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും പേരും അവരുടെ രൂപമെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ അവരാണ് സത്യത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങളുടെ ഒരു വലിയ ലോകമുണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത്. ആ ലോകത്തേക്ക് കടന്നു ചെല്ലാതിരുന്നാൽ അതൊരു വലിയ നഷ്ടമായിരിക്കും, ജീവിച്ചിരുന്നിട്ടേ കാര്യമില്ല എന്ന തോന്നൽ ഞങ്ങളിൽ നിറച്ചത് അധ്യാപകരായിരിക്കും. അപ്പോ നിങ്ങളുടെയൊക്കെ ക്ലാസ് മുറികളിൽ ഇപ്പോ കടന്നു വരുന്ന കുട്ടികളെ നല്ല മികച്ച വായനക്കാരായി മാറ്റുന്നതിന് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും, നിലപാടുള്ള മനുഷ്യരുണ്ടാവും. ജീവനേക്കാൾ വലുതാണ് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ, മൂല്യബോധങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഏതെങ്കിലും ഒരു ചരിത്ര ബിന്ദുവിൽ അസ്തമിച്ചു പോവില്ല. പക്ഷെ അവരെ വാർത്തെടുക്കേണ്ടതുണ്ട്. അവരെ വാർത്തെടുക്കാൻ നമുക്കെല്ലാം ഒരു പങ്ക് വഹിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. താങ്ക് യു സർ. ഹലോ. നമസ്കാരം സാർ. നമ്മുടെ ഈ വിഷയത്തിലെ ടൈറ്റില് വായനയുടെ രാഷ്ട്രീയം എന്നാണ്. അപ്പൊ ഈ പാഠ്യപുസ്തകങ്ങളുടെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നല്ല, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ പറ്റി ബോധവാനായിരിക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പം സാർ പറഞ്ഞു, അതായത് SCRT വിഷയങ്ങളിൽ നമുക്ക് പുരോഗമനപരമായ കാര്യങ്ങൾ ഇനി മുന്നോട്ടുണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷെ ഇത് നമ്മളിൽ പലരും NCERT വിഷയങ്ങൾ പഠിപ്പിക്കേണ്ട ആളുകളാണ്. അപ്പോൾ അതിലൊക്കെ വ്യാപകമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് അധ്യാപകർ എന്ന നിലയിൽ അല്ലെങ്കിൽ അധ്യാപക വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഈ പാഠ്യപുസ്തകങ്ങളുടെ രാഷ്ട്രീയം ഈ കുട്ടികളോട് നമ്മൾ എങ്ങനെയാണ് സംവദിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെന്താണ് സാറിനൊരു മറുപടി, ഞങ്ങൾക്ക് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മെന്റർഷിപ്പ് ഒക്കെ തരാൻ പറ്റിയ സാർ? ഉപദേശമൊന്നുമില്ല. ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ആരുടെ ഉപദേശം സ്വീകരിക്കാത്ത ഒരാളാണ്. അതുകൊട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കാലം വളരെ സങ്കീർണമായിട്ടൊരു കാലമാണ്, അതിൽ സംശയമില്ല. നിങ്ങൾ പറയുന്ന രൂപത്തിൽ ഒരു വലിയ വെല്ലുവിളി ഉയർന്നു വരുന്നുണ്ട്. സാധാരണ ചരിത്രം തിരുത്തി എഴുതാൻ ചരിത്രത്തിൽ അപൂർവമായി ആളുകൾ തയ്യാറായിരുന്നു. കാരണം അതൊരു ഹീനകൃത്യമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ പണ്ഡിറ്റ് നെഹ്റു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞത്, ചരിത്രം മാറ്റിമറിച്ച മഹാരഥന്മാർ പലരും ഉണ്ടാവാം, പക്ഷെ ചരിത്രം എഴുതിയവരെ പോലെ ചരിത്രം മാറ്റിമറിച്ചവർ മറ്റാരുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ ഇപ്പോഴാണ് കൂടുതൽ പ്രസക്തമായിട്ട് വരുന്നത്. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ പോലും യാഥാർത്ഥ്യങ്ങൾ മായ്ച്ചു കളയാനും അവിടെ കഥകൾ എഴുതി ചേർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ ഹൈസ്കൂൾ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം, രാഷ്ട്രപിതാവ് ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിന് എന്നാണ്. അപ്പൊ അത് ഒരു തമാശയായ കാര്യമല്ല. കേരളത്തിലെ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോ 10 കൊല്ലം കഴിഞ്ഞാൽ 15 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ രാജ്യത്തെ പുതിയ തലമുറ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാണ് എന്ന് വിശ്വസിച്ചേക്കില്ല, ആത്മഹത്യ ചെയ്തതാണ് എന്ന് കരുതി. ആ നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ചാൾസ് ഡാർവിൻ പുസ്തകത്തിന്റെ പുറത്തേക്ക് പോവുക, ടാഗോർ പുസ്തകത്തിന്റെ പകുതി വെളിയിലായി, ഗാന്ധിജി
പുറത്തേക്കുള്ള യാത്രയിലാണ്. ഇത്ര അപകടകരവും ഭയാനകവുമായ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യം ഈ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. മുൻപൊരാള് എഴുതിയത് ഞാൻ വായിച്ചു. വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ മുരളി മനോഹർ ജോഷിയായിരുന്നു മാനവ വിഭവശേഷി വകുപ്പിന്റെ മന്ത്രി. അന്ന് ചരിത്രരചനാ കൗൺസിലിന്റെ ചെയർമാനായി നിയോഗിക്കപ്പെട്ടത് മലയാളിയായ MGS നാരായണനായിരുന്നു, ഡോക്ടർ MGS നാരായണൻ. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് തുടരാനായില്ല. അദ്ദേഹം അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി. ആ ഘട്ടത്തിൽ മന്ത്രി തന്നെ ചരിത്രരചനാ കൗൺസിൽ ചെയർമാനോട് ആവശ്യപ്പെട്ടു അത്രേ, ശങ്കരാചാര്യരുടെ ജീവിത കാലയളവ് ഒരു 300 വർഷം കൂടി പുറകിലേക്കാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന്. അപ്പോ ചിന്തിക്കാനാവാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്ര രചനാ രംഗത്തും പാഠപുസ്തക നിർമ്മിതിയിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നാളെ നമ്മളെല്ലാം അത്തരം പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെടുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനും ഞാൻ നേരിട്ടൊരു ഉത്തരം പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നതല്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏത് തരത്തിലും നിർവഹിക്കാനാവും. തെറ്റായ പാഠഭാഗമാണ് നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ടി വരുന്നതെങ്കിൽ ആ പാഠഭാഗം തെറ്റാണെന്നും ശരിയായത് എന്താണെന്നും നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റും. അച്ചടിച്ചു വയ്ക്കുന്നതെല്ലാം സത്യമല്ല, നുണകൾ അച്ചടിക്കപ്പെടുന്ന ഒരു കാലമാണെന്നും വസ്തുതകൾ പാഠപുസ്തകത്തിന്റെ പുറത്ത് വിശാലമായ ലോകത്തു നിന്ന് നിങ്ങൾ കണ്ടെടുക്കേണ്ടതാണെന്നും നിങ്ങൾക്ക് കുട്ടികളോട് പറയാൻ പറ്റും. അതിനവരെ പ്രേരിപ്പിക്കാൻ പറ്റും. പണ്ട് വിയറ്റ്നാമിൽ ഹോച്ചിമിൻ എഴുതിയിട്ടുണ്ട് ഒരിക്കൽ. വിയറ്റ്നാമിലെ അന്തരീക്ഷത്തിൽ എഴുതിയാണ് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഇരുമ്പും ഉരുക്കും ചേർന്ന കവിതകൾ നാം രചിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കവിക്ക് ഒരു ആക്രമണം നടത്താനും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു അധിനിവേശ കാലത്തെ എഴുത്താണ്. അതുപോലെ ഇന്നത്തെ കാലത്തെ ഒരു അധ്യാപകന് മതനിരപേക്ഷ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു യുദ്ധം നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം കാലഘട്ടം നമ്മളിൽ ഏൽപ്പിക്കുന്നുണ്ട്. അത് നിർവഹിക്കാൻ നിങ്ങളെപ്പോലുള്ളവർക്ക് സാധിക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. താങ്ക് യു. നമസ്കാരം സഖാവേ. നമസ്കാരം. എന്റെ പേര് ജോബ് എന്നാണ്. ഞാൻ KUCT-യിലെ കുഞ്ഞിലെ ഒരു വിദ്യാർത്ഥിയാണ്. എന്റെ ചോദ്യമല്ല, അങ്ങയുടെ ഈ വായനയെ കുറിച്ചുള്ള അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വരുന്നവരൊക്കെയും ഈ മതഗ്രന്ഥങ്ങളെ മുൻനിർത്തിയാണ് പലപ്പോഴും ചർച്ചകൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അങ്ങയുടെ ഒരു ചർച്ചയിൽ KLF-ന്റെ വേദിയിലാണെന്ന് തോന്നുന്നു, അതേ മതഗ്രന്ഥത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ടാണ്. അപ്പൊ അത്തരത്തില് ഈ വായന എങ്ങനെയാണ് ഈ പരക്കെയുള്ള വായന ഈ തിരക്കിനിടയിലും പലപ്പോഴും കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് താല്പര്യമില്ല, തിരക്കാണെന്നൊക്കെ പറഞ്ഞു പോകുന്നു. അപ്പൊ ഈ തിരക്കിനിടയിലും അങ്ങ് എങ്ങനെയാണ് ഈ വായനയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിഞ്ഞാൽ ഉപകാരമായി. സത്യത്തിൽ അതിലും എനിക്ക് തോന്നുന്നു അത് ഓരോരുത്തരുടെയും രീതികളാണ്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോ തിരക്കെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ തിരക്കില്ലാത്ത മനുഷ്യരുണ്ടാവില്ല. അപ്പൊ നിങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ തിരക്കില്ലേ? ക്ലാസ്സുകളുടെ സമയം, പഠനത്തിന്റെ സമയം, പഠിപ്പിക്കുന്നവർക്കാണെങ്കിൽ പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ സമയം, കുടുംബകാര്യങ്ങൾ, ഇങ്ങനെ പലതരം കാര്യങ്ങളാണ്. അപ്പൊ എല്ലാ മനുഷ്യരും തിരക്കുള്ളവരാണ്. അത്യപൂർവമായ അല്ലെങ്കിൽ വളരെ വേറിട്ട ജീവിതം നയിക്കുന്ന, അങ്ങനെ ശീലിച്ചിട്ടുള്ള ചിലരൊഴികെ മറ്റെല്ലാവരും അവരുടേതായ തിരക്കുകളുടെ ഒരു ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ വായിക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം. ഞാൻ മറ്റാരുമായും താരതമ്യപ്പെടുത്തിയോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഉദാഹരിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പോ നമ്മൾ എത്ര തിരക്കാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമോ? ഇല്ല. ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോ വല്ലാത്ത തിരക്കൊക്കെ ആണെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്തേക്കാം. എന്നാലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരു സമയം നമ്മൾ കണ്ടെത്തും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ നിത്യേന കടന്നു വരുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഓരോന്നായിട്ട് നോക്കൂ. ഭക്ഷണം കഴിക്കണം, വസ്ത്രം മാറണം,
കുറച്ച് സമയമാണെങ്കിൽ ഉറങ്ങണം. ഇനി ഉറങ്ങാതിരുന്നാലും ഒരു ദിവസം കഴിഞ്ഞാൽ ഉറങ്ങേണ്ടതായിട്ട് വരും, നമുക്ക് ഉറങ്ങേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ആവർത്തിക്കുന്ന കാര്യം നമുക്കതിന് സമയം കണ്ടെത്തിയേ മതിയാവും. അത് തിരക്കില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അങ്ങനെ ചെയ്തേ പറ്റൂ, അതാണ്. അതുപോലെ ഒരു ദിവസം ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ പുറത്തിറങ്ങുന്ന പുസ്തകങ്ങൾ നോക്കിയാൽ 38 വരി 39 വരിയൊക്കെയാണ് ഒരു പേജ് എന്ന് പറയുന്നത്. ഒരു പേജ് ഒരു ദിവസം വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്ര തിരക്കുള്ള ഒരാൾക്കും സാധിക്കും ഒരു പേജ് വായിക്കാൻ സാധിക്കും. ഒരു പേജ് വായിക്കാൻ 2 മിനിറ്റ് മതി സമയം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഒരു പുസ്തകം വായിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല, അത്രയും സമയം ചിലപ്പോൾ നീക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പേജ് വായിച്ചാൽ മതി, അടുത്ത ദിവസം അടുത്ത പേജ് വായിച്ചാൽ മതി. നമ്മുടെ സമയത്തിനനുസരിച്ചുള്ളൊരു വായന രീതി നമ്മൾ വികസിപ്പിച്ചെടുത്താണ്. അത് വായിക്കാനുള്ള താല്പര്യമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഒരുപാട് സമയമുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് വായിച്ചോളണമെന്നേയില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഒരു ജോലിയും ചെയ്യാത്ത ആളുകളായിരിക്കും ഏറ്റവും നന്നായി വായിക്കുക. അങ്ങനെയല്ലല്ലോ. നമുക്ക് നമ്മുടേതായ രീതിയിൽ സമയം കണ്ടെത്താം. ഇപ്പോ ഞാനിപ്പോ സമീപകാലത്ത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണെങ്കിൽ സമീപകാലത്ത് കൂടുതലും വായിച്ചിട്ടുള്ളത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ്. നമുക്ക് എത്രയോ സമയമുണ്ട്. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് വായിക്കാൻ കണ്ണുകൾക്ക് ആയാസകരമായിരിക്കും, അത്ര എളുപ്പമല്ല, ഞാൻ അങ്ങനെ വായിക്കാറില്ല. പക്ഷെ ട്രെയിൻ യാത്രയിൽ നമുക്ക് സമയം ലഭിക്കും. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രീതി, ജീവിത ശൈലി എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഒരു വായനാ രീതി നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന അളവിൽ വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് ലഭ്യമായ സമയം വായനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും. അത് തിരക്കാണ് എന്നത് വായിക്കാതെ ഇരിക്കുന്നതിന് ഒരു ന്യായമേ അല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. താങ്ക് യു സർ. താങ്ക് യു. കഴിഞ്ഞെങ്കിൽ നമുക്ക് അവസാനിപ്പിച്ചാലോ? എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. അടുത്തതായി ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി പ്രോഗ്രാമിന്റെ സ്റ്റുഡന്റ് കൺവീനർ പ്രവീണിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, കേൾക്കാവോ? കേൾക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥി ശ്രീ എം സ്വരാജ് സാർ, പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനർ ഡോക്ടർ എസ് രശ്മി ടീച്ചർ, കോർഡിനേറ്റർ ലേഖ ടീച്ചർ, മറ്റ് അധ്യാപകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ അതിഥി നമുക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന സാറിന്റെ വാക്കുകളും നമുക്ക് എന്നും പരിചിതമാണ്. വായനയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒന്നും തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറക്കാൻ കഴിയുന്നതല്ല. ഓരോ നിമിഷവും ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തതാണെങ്കിലും എല്ലാം നമുക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ്. വായനയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് സാർ പറയാതെ പറഞ്ഞു. ഉദാഹരണങ്ങളും എല്ലാം ഞാൻ ഒന്നുകൂടെ പറയാണ്. ഈ ഉദാഹരണങ്ങൾ, സാറ് പറഞ്ഞ ഉദാഹരണങ്ങൾ ചെക്കോവയാണെങ്കിലും മുകുന്ദനാണെങ്കിലും എല്ലാം ഒരു അധ്യാപക വിദ്യാർത്ഥികൾക്ക് എന്നും ഉപകാരപ്പെടുന്നതാണ്. അധ്യാപക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അറിവുകളാണ് അവർക്ക് എന്നും കൂട്ടായിട്ടുള്ളത്. ഇന്നത്തെ ഈ സെക്ഷൻ ആ അറിവുകളെ വിപുലപ്പെടുത്തുന്നതിൽ ഏറെ സഹായകമാകും എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നു. ഞാൻ വാക്കുകൾ ഒരുപാട് നീട്ടുന്നില്ല. എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം ഈ പ്രോഗ്രാമിന് നന്ദി പറയുക എന്നതാണ്. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിലും നമുക്ക് വേണ്ടി വളരെ വളരെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച നമുക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ എം സ്വരാജ് സാറിനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ KFL പേരിലും കുന്നം കുടുംബത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിന് സ്വാഗതം അർപ്പിച്ച നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറും പ്രിൻസിപ്പാളുമായ ഡോക്ടർ രശ്മി ടീച്ചറിനോടും പ്രോഗ്രാം കൺവീനർ ലേഖ ടീച്ചറിനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഓർക്കുന്നു. പിന്നീട് ഈ പ്രോഗ്രാമിന് പങ്കെടുത്ത എല്ലാവരോടും, ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന് പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ പ്രോഗ്രാമിന്റെ ശക്തി എന്ന് പറയുന്നത്.
അവരോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സഖാവിനോടുള്ള നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സന്തോഷം. അപ്പോൾ അവസാനിപ്പിക്കാമല്ലോ. എല്ലാവർക്കും നന്ദി. ഓക്കെ. താങ്ക് യു.